ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ദീർഘകാലം കളിച്ചിട്ടുള്ള മലയാളി സൂപ്പർ താരമാണ് രാഹുൽ KP. അതായത് 2019 മുതൽ 2025 വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത്. പക്ഷെ വലിയൊരു മികവൊന്നും അദ്ദേഹം പുറത്തെടുത്തിട്ടില്ല. 81 ISL മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകൾ മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. പിന്നീട് ഒഡീഷ FC-യിലേക്കാണ് കഴിഞ്ഞ ജനുവരിയിൽ അദ്ദേഹം ചേക്കേറിയിട്ടുള്ളത്. ഏതായാലും തൻ്റെ പുതിയ അഭിമുഖത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിരുന്ന ഇവാൻ വുക്കുമനോവിച്ചിനെ കുറിച്ച് ഇപ്പോൾ ഈയൊരു സൂപ്പർ താരം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവാനെതിരെ ചില പരാതികളൊക്കെയാണ് രാഹുൽ KP അവതരിപ്പിച്ചിട്ടുള്ളത്. തനിക്ക് വേണ്ടത്ര ആത്മവിശ്വാസം ഇവാൻ വുക്കുമനോവിച്ച് നൽകിയില്ല എന്നാണ് രാഹുൽ KP ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പല സന്ദർഭങ്ങളിലും ഒന്നും പറയാതെ തന്നെ ഈ ഒരു പരിശീലകൻ ഉപേക്ഷിച്ചു എന്നുകൂടി രാഹുൽ KP പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർ TV-യോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു പരിശീലകൻ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ തൻ്റെ താരങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുക എന്നുള്ളതാണ്. എന്നാൽ ആ ആത്മവിശ്വാസം പല സന്ദർഭങ്ങളിലും ഇവാനിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷെ പല സമയത്തും ഒന്നും പറയാതെ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ സ്വയം ചിന്തിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്തതായിരിക്കാം. ഇതാണ് രാഹുൽ KP പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വേണ്ടത്ര ഒരു പിന്തുണ ഇവാനിൽ നിന്നും തനിക്ക് ലഭിച്ചില്ല എന്നാണ് ഇതിലൂടെ രാഹുൽ KP വ്യക്തമാക്കുന്നത്. നിലവിൽ ഒഡീഷ FC-യിൽ സെർജിയോ ലൊബേറയ്ക്ക് കീഴിലാണ് രാഹുൽ KP കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെയും വലിയൊരു മികവൊന്നും അദ്ദേഹം പുറത്തെടുക്കുന്നില്ല. 8 ISL മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഒഡീഷ FC ഇത്തവണത്തെ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നില്ല. അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.